നമ്മുടെ കൊണ്ടുപോയിയിൽ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ അതിൻ്റെ മോശം ആർക്കാ നമുക്കാണല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കൊണ്ടോട്ടിയിൽ വിസിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും പോയി വിസിറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. മെയ് മാസം ഫുള്ളായിട്ട് ഈ ഫെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതേ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഒരു 6 മണി 6:30 ആ ടൈമിൽ പോകണം കേട്ടോ. എന്നാൽ നമുക്ക് കിടിലനായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളിത് ആ ടൈമിലായിരുന്നു പോയത്. ഞങ്ങൾ നേരെ പോയത് ഗാർഡനിലേക്കാണ്. അവിടെ അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒറിജിനലും ഉണ്ടായിരുന്നു, അതേപോലെ പ്ലാസ്റ്റിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ കാണുന്ന സംഭവങ്ങളൊക്കെ പ്ലാസ്റ്റിക് ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് ഒറിജിനലാണെന്ന്. പിന്നെ അതിൻ്റെ എടുത്ത് പോയപ്പോഴാണ് അത് പ്ലാസ്റ്റിക് ആണെന്ന് അറിഞ്ഞത്. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എവിടെ പോയാലും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇതേ കാണുന്ന എല്ലാ സാധനത്തിൻ്റെ മുന്നിൽ നിന്നും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് ഇത് ഞങ്ങളുടെ ഫേസും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങളുടെ ഫേസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ആവണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ നേരെ ഫുഡ് സ്പോട്ടിലോട്ടാട്ടോ പോയത്. കുറേ ഫുഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പോപ്കോണിലാട്ടോ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ 2-3 സാധനം വാങ്ങി. അത് വൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഇത് ഇവരുടെയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, എൻ്റെ മാത്രം ഫ്ലോപ്പായിരുന്നു ഗൈസ്. എന്താ ചെയ്യല്ലേ. പിന്നെ അവിടെ ഗാനമേളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. ഗാനമേളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും വന്ന് കണ്ടോളൂ. പിന്നെ ഇത് നമ്മുടെ ഐസ്ക്രീമിലേട്ടോ പോയത്. ഇവക്ക് കൊടുത്തപ്പോൾ ഇവക്കൊന്നും വേണ്ട. അപ്പോൾ പോകുന്നവർ ശ്രദ്ധിക്കുക, ഇമ്മാതിരി ആളുകളൊക്കെ കൊണ്ടുപോയിക്കാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരാട്ടോ. കാരണം ഇവക്കൊന്നും വേണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ഞങ്ങളാട്ടോ കഴിച്ചത്. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെടാത്ത ഒരേ ഒരു സാധനമാണിത്. ഇവരിതേ കുത്തിക്കയറ്റുന്നത് എങ്ങനെ കഴിക്കുന്നതാവോ. പിന്നെ നമ്മൾ നേരെ റൈഡിലേട്ടോട്ടോ പോയത്. ഇതേ കാണുന്ന വലിയ തോണിയിൽ, കേരളത്തിലെ ഏറ്റവും വലിയ തോണി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അതിൽ എന്തായാലും കയറുന്നതിന് മുന്നുള്ള പ്രഹസനങ്ങളാണ് കേട്ടോ ഇത്. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം ഇവരൊക്കെ ഇതേ ഒരു സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മളിതേ ഇനിയും വരുന്നതാണ്. ഈ മാസം ഫുള്ളുണ്ടല്ലോ. അപ്പോൾ ഇതേ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.